അപ്പോൾ ചില ആൾക്കാർ പറയാം, നിങ്ങൾ ഈ സംഘപരിവാർ പറയുന്ന അതേ ഭാഷയിൽ തന്നെയാണ് അപ്പോൾ ക്രിസ്മസ് പാടില്ല എന്നല്ലേ നിങ്ങൾ നയം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അവിടെ സംഘപരിവാറിൻ്റെ വിയോജിപ്പും ഇസ്ലാമിൻ്റെ ഈ വിഷയത്തിലുള്ള വിയോജിപ്പും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. തെക്കും വടക്കും തമ്മിലുള്ള വ്യത്യാസമുണ്ട്, രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. കാരണം ഇസ്ലാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഒരു ആഘോഷം നമുക്ക് ആഘോഷിക്കാൻ പറ്റൂല, അത്രയേ ഉള്ളൂ, നമ്മുടെ വിശ്വാസത്തിനെതിരാണ്. എന്നാൽ ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് അവർക്ക് അവരുടെ ആഘോഷം ആഘോഷിക്കാനുള്ള അനുവാദമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, അത് വകവെച്ചു കൊടുക്കണം. ഇവർ പറയുന്നത് എന്താ, അവരുടെ പുൽക്കൂടുകളും സാന്താക്ലോസും മറ്റു സാധനങ്ങളും ഒക്കെ പോയി അടിച്ച് നിരപ്പാക്കുന്നു, അവരെ നന്നായി അതിന് പിന്നെ ശകാരിക്കുന്നു, പ്രശ്നങ്ങളുണ്ടാക്കുന്നു, കുഴപ്പമുണ്ടാക്കുന്നു. ആ രീതിയല്ലല്ലോ നമ്മൾ, അത് വേറെയാണ്. അതൊരിക്കലും എന്തല്ല നമ്മുടെ രാജ്യത്തിന് പറ്റിയതല്ല എന്നതാണ് പറയുന്നത്. പിന്നെ ഈ സാന്താക്ലോസിനെ സംബന്ധിച്ചൊക്കെ ഇപ്പോൾ ബൈബിളിൽ നോക്കുകയാണെങ്കിൽ ബൈബിളിൽ അതിനെപ്പറ്റിയൊന്നും കാണാൻ കഴിയില്ല, അത് വേറൊരു വശമാണ്. ഞാനതിന് ചേർത്ത് സൂചിപ്പിച്ചു എന്ന് മാത്രം. അതൊക്കെ പിൽക്കാലത്ത് ഉണ്ടായതായിട്ടാണ് ഈ ക്രിസ്മസ് പാപ്പയെ പറ്റിയൊക്കെ കാണാൻ പറ്റും. 4-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ തുർക്കിയിൽ ജീവിച്ച സെയിൻറ്റ് നിക്കോളാസ് എന്ന ഒരു ബിഷപ്പിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ തുടക്കം. അദ്ദേഹം ഈ പാവപ്പെട്ടവരെ സഹായിച്ചിരുന്നു, അതേപോലെ തന്നെ കുട്ടികൾക്ക് രഹസ്യമായിട്ട് സമ്മാനങ്ങൾ നൽകിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഡച്ച് ഭാഷയിലുള്ള സിൻഡർ ക്ലാസ് എന്ന പേരിൽ നിന്നാണ് ഈ സാന്താക്ലോസ് എന്നൊരു വാചകം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അഥവാ ഇന്നത്തെ ഈ ചുവന്ന ഒരു പാപ്പുണ്ടല്ലോ, ഒരു ചുവന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള വെള്ളത്താടിക്ക് വെച്ചിട്ടുള്ള കളിച്ചുകൊണ്ട് നടക്കുന്ന, അത് 19-ാം നൂറ്റാണ്ടിൽ അമേരിക്കൻ കവികളും കാർട്ടൂണിസ്റ്റുകളും വ്യാപകമായി കൊണ്ടുവരികയും അങ്ങനെ പിന്നെ അത് 1930-കളിൽ കൊക്കക്കോളയുടെ പരസ്യത്തിന് വ്യാപകമായിട്ട് വന്നു. അങ്ങനെയാണ് അതെന്തായത് ഇതിൻ്റെ ഭാഗമായത്. ക്രിസ്ത്യൻ മതവിശ്വാസികളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകൾ എന്ത് ചെയ്യില്ല, ഈ വക കാര്യങ്ങൾ പിന്നീട് കടന്നു വന്നതാണെന്ന് വരും. ഞാനത് ചേർത്ത് പറഞ്ഞു എന്ന് മാത്രം. പക്ഷെ അത് വെച്ചിട്ടാണ് അത് ക്രിസ്ത്യൻ ആഘോഷത്തിൻ്റെ വലിയൊരു സിമ്പലായിട്ട് ഇന്ന് വേറുള്ളവരൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് അവരെ മതപരമായിട്ട് അവരാണ് വിശദീകരിക്കേണ്ടത്. ഞാനത് പറഞ്ഞു എന്ന് മാത്രം. ഒറ്റ വാക്ക് പറഞ്ഞാൽ ഈ ഒരു നീക്കം, സംഘപരിവാറിൻ്റെ ഈ നീക്കം ഒട്ടുമേ അംഗീകരിക്കാൻ പാടില്ല. അത് ഇന്ന് ക്രിസ്ത്യാനികളെ ബാധിക്കും, നാളെ അത് മുസ്ലിങ്ങളെ ആയിരിക്കും, മറ്റു മതവിശ്വാസികളായിരിക്കും. ഇന്ത്യയായി നിലനിൽക്കണമെങ്കിൽ എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. പക്ഷേ ഇതിൻ്റെ സമരമാർഗത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ വഴിയിൽ എല്ലാവരും ഇനി ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ട് ചെയ്യുമ്പോഴേ ഇനി അതിനോടൊപ്പം ഐക്യദാർഢ്യം പാലിക്കലാകുള്ളൂ എന്ന നരേറ്റീവ് എന്നല്ല ശരിയായ നിലപാടല്ല.